കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ്. ആ നെയ്വിളക്കെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ കാണുവാൻ എന്താണൊരു ഭംഗി എന്നറിയോ. പൊന്നുണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ കാണുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എന്തൊരു ഭംഗിയാണെന്നോ. നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ ആ രൂപത്തിൽ കണ്ട് ഭക്തജനങ്ങളെല്ലാവരും കണ്ണൻ്റെ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ആ കണ്ണൻ്റെ രൂപം കണ്ട് മതിമറന്ന് സന്തോഷത്തിൽ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ. ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം, ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നോക്കിയാലോ. കണ്ണം വരും, അതുറപ്പാണ്. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാലകളും വനമാലകളും ചാർത്തി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം ഒന്ന് മനസ്സിലേക്ക് വിചാരിച്ചു നോക്കൂ. ഒന്ന് ആവാഹിക്കൂ കണ്ണടച്ചിട്ട്. അതാ ആ കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും, അതുറപ്പാണ്. ആ സ്നേഹത്തോടു കൂടിയുള്ള ആ വിളിയുണ്ടല്ലോ, അത് മതി നമ്മുടെ കണ്ണന്. നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ കണ്ണൻ്റെ നാമം ചൊല്ലിക്കോളൂ എല്ലാവരും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ഏതൊരാൾക്കും എപ്പോഴും ജപിക്കാവുന്നതാണ്. ഈ നാമം ദിവസേന ഒരു നിത്യ ഉപാസന എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ജപിക്കുക. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം. കലികാലത്ത് തൻ്റെ ഭക്തന്മാർക്കെല്ലാവർക്കും ജപിക്കുവാൻ വേണ്ടി തന്ന മന്ത്രമാണ്. എല്ലാവരും ജപിച്ചോളൂ, നിത്യവും ഉപാസിക്കുക. അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.